ഇറാൻ 2 ആശുപത്രിയാണ്, ഇസ്രായേൽ 2 ആശുപത്രി തകർത്തു. നമ്മൾ കുറച്ച് മുമ്പ് കേട്ട 15ാമത്തെ ഘട്ടം, എന്നുവെച്ചാൽ ഒരു ഘട്ടം കഴിഞ്ഞ് 2 ഘട്ടം കഴിഞ്ഞ് അങ്ങനെ 15ാമത്തെ ഘട്ടമാണ് ഇന്ന് 7ാം ദിവസമായപ്പോൾ അല്ലേ. ആ 15ാമത്തെ ഘട്ടത്തിൽ നടന്ന സംഭവം എന്താ? 14, 15 നടന്ന സംഭവം എന്താ? 2 ആശുപത്രിക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടാവുക, ആശുപത്രി ആക്രമിക്കുകയും ചെയ്തു അല്ലേ. അത് കഴിഞ്ഞ ശേഷം എന്താ അറിയോ, നെതന്യാഹു എന്ന് പറയുന്ന കാര്യം എന്താ അറിയോ, യുദ്ധത്തിൽ പറ്റാത്ത സംഗതിയാണ്. ഏത് യുദ്ധത്തിൽ പറ്റാത്ത സംഗതിയാണ് ഈ ആശുപത്രി തകർക്കൽ എന്നാണ് നെതന്യാഹു എന്ന ആ ചങ്ങായി എന്ന് പറഞ്ഞത്. എടാ ഞാനൊരൊറ്റ കാര്യം ചോദിക്കട്ടെ, ഒരൊറ്റ കാര്യം. പലസ്തീൻ മക്കൾ ഗസയിലുള്ള ഒറ്റ ആശുപത്രി ഉണ്ടായിരുന്നോ? ഒരൊറ്റ ആശുപത്രി അവിടെ ഉണ്ടോ? ഒരാശുപത്രി ആളുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആദ്യം രക്ഷപ്പെട്ട ആശുപത്രികളല്ലയോ? എത്ര പാവപ്പെട്ട ആൾക്കാരാണ്, രോഗികളായിട്ടുള്ള പാവപ്പെട്ട ആളെ കൊന്ന ആൾക്കാരെ ഇസ്രായേൽക്കാർ അല്ലേ. അത് കണ്ട് കുരയ്ക്കുന്ന കുറച്ച് ഇവിടെയുള്ള കുറച്ച് എന്താ പറയുക സംഖ്യകളുണ്ട്. എന്താ പറയുക, ഇസ്രായേലിനെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇസ്രായേൽ അമിതമായി സ്നേഹിക്കുന്ന, ഇസ്രായേൽ എന്താ സംഭവിക്കുന്ന മറ്റേ എൻ്റെ ഇതിലൊക്കെ കമന്റ് ബോക്സിലൊക്കെ വന്ന് വർത്താൻ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന കാര്യം എന്താ അറിയോ, നിങ്ങൾ കുരച്ചൊരു കാര്യമല്ല, ഇസ്രായേൽ കാണിച്ചു തന്നതാണ്. എങ്ങനെയാണോ ഗസയിൽ പലസ്തീൻ മക്കൾ എങ്ങനെയാണ് അനുഭവിച്ചത്, അതേ രൂപത്തിൽ ഇസ്രായേൽ അനുഭവിച്ചു കൊണ്ട് നിൽക്കുകയാണ്. അല്ലെ പലസ്തീൻ മക്കൾ അനുഭവിച്ച അത്ര അനുഭവിക്കുന്നുണ്ടാവില്ല. കാരണം പലസ്തീൻ തന്നെ ആ ഒരു ഗസ എന്ന രൂപം തന്നെ അല്ല, ആ രൂപത്തിൽ ഇസ്രായേൽ മാറ്റിയിട്ടുണ്ട്. അതുപോലെ ആയിട്ടില്ല, അതുപോലെ ആവാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പൊ ഇറാൻ രക്ഷപ്പെട്ടെന്ന് മനസ്സിലാക്കാൻ എന്താ അറിയോ, എങ്ങനെയാണോ ഗസയാക്കിയത് അതുപോലെ ഇസ്രായേലിലാക്കാൻ വേണ്ടി പരിപാടിയായി. എന്താ അറിയോ, ഇറാന്റെ മിസൈലുകൾ വാക്കുകൾ കാരണം നേരെ പോണ ആശുപത്രിന്റെ മുകളിലേക്കാ, സൈനിക കേന്ദ്രങ്ങൾക്കാ, മൊസാദിന്റെ ടീമിലേക്കാ പോണത്. അല്ല ഓരോ ഉദ്ദേശിച്ച കാര്യങ്ങൾ കുറെ ഉണ്ട്. ഇപ്പൊ 15 ആയിട്ടേ ഉള്ളൂ. അത് എത്ര ഉണ്ടെന്ന് അറിയാം, എത്ര ഘട്ടമുണ്ടെന്ന് പറയാൻ പറ്റുമോ? 15 250 ഘട്ടമാണ്. 250 ഘട്ടത്തിലൊക്കെ ഇസ്രായേൽ നിൽക്കുമോ? ഇറാന്റെ സ്റ്റെപ്പ് പറയുന്നത് ഏകദേശം 250ഓളം ഇതെന്നാ പറയുന്നത്, ഘട്ടമുണ്ടെന്നാ പറയുന്നത്. ഇപ്പൊ 15 ആയിട്ടേ ഉള്ളൂ. ഇപ്പൊക്കെ നിലവിളി തുടങ്ങി, 2, 3 ആയപ്പോൾ നിലവിളി തുടങ്ങി. എല്ലാ വിധത്തിലും നിന്ന് വിറച്ചു, പേടിച്ചു. 15 ആയപ്പോൾ നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്നൊക്കെ അറിയാമോ? ഇറാൻ മുന്നറിയിപ്പ് കൊടുത്ത കാര്യങ്ങൾ പല മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട് അവിടെ ജനങ്ങളോട്. നിങ്ങൾ പോയിക്കോളി എന്ന് പറയാനുണ്ട്, പലാൻ ചെയ്ത് പോയിക്കോളിന്ന് പല ഭാഗത്തു നിന്നും പോയിക്കൊള്ളാൻ വേണ്ടി പറയുന്നുണ്ട്. ഇസ്രായേൽ നരഭോജികൾ ഗസയിൽ നടത്തി കൂട്ടിയ കാര്യങ്ങൾ, പലസ്തീൻ മക്കൾ ചെയ്ത കാര്യങ്ങൾ ഇപ്പൊ അനുഭവിച്ചു കൊണ്ട് നിൽക്കുകയാണ്. അത് കണ്ടിട്ട് അറിയോ, ഇസ്രായേൽ സ്നേഹിക്കുന്ന ആൾക്കാർ ഇവിടെ വന്ന് നിന്റെ കമന്റ് ബോക്സിൽ വന്ന് ഉണ്ടാക്കാൻ നിൽക്കണ്ട. കാരണം ഞാൻ മോശക്കാരനല്ല, ഞാൻ പേടിക്കുകയില്ല, ഞാൻ പറയും, മറുപടി ഞാൻ പറഞ്ഞിരിക്കും. അതുകൊണ്ട് ദയവേത് പേടിപ്പിക്കാൻ കൊടുക്കും. നിങ്ങളുടെ ഉടായ്പ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ മാന്യമായിട്ട് മെസ്സേജ് അയക്കാൻ മാത്രം മെസ്സേജ് അയച്ചാൽ മതി, മനസ്സിലായില്ലേ? അതിന് മറുപടി ഞാൻ തരും. ഉടക്കി എന്താ പറയുക, ഉടത്ത് വർത്താൻ പറയും. നിങ്ങൾ എന്താ പറയുക മനസ്സിലാക്കാൻ കാരണം പാവപ്പെട്ട പലസ്തീൻ മക്കളെ അല്ലെങ്കിൽ ആശുപത്രി തകർത്താൻ പറ്റി നിങ്ങൾ കുറയ്ക്കാൻ വന്നിട്ടില്ല. ഇപ്പൊ ഇസ്രായേൽ ആശുപത്രിയിൽ പോകുമ്പോൾ നിങ്ങൾ കുറയ്ക്കാൻ വരണമല്ല. ഓക്കെ, ഏതായാലും വീഡിയോ അവസാനിപ്പിക്കും. താങ്ക് യു വെരി മച്ച്.